വാട്സപ്പ് ഇല്ലാത്തവരായിട്ട് ആരുമില്ലല്ലോ. എന്നാൽ ഒരു ഇന്ത്യൻ നിർമ്മിത വാട്സപ്പ് ആയാലോ? വാട്സപ്പിനെയൊക്കെ മലർത്തിയടിക്കുമെന്ന അവകാശവാദം കമ്പനിക്കില്ല, പക്ഷേ ആളുകൾ പറയാൻ തുടങ്ങിയ ഒരു ആപ്പിനെ കുറിച്ചാണ് നമ്മളിന്ന് പറയുന്നത്. തമിഴ്നാട്ടിലെ ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നമ്മുടെ വർക്ക് സ്പേസ് മാനേജ്മെൻറ്റിനൊക്കെ ഉപയോഗിക്കുന്ന സോഹോ കോർപ്പറേഷൻ എന്നൊരു ടെക് സ്റ്റാർട്ടപ്പ് അവർ കൊണ്ടുവന്ന ഒരു മെസ്സേജിങ് ആപ്പ് അറട്ടെ എന്ന പേരുള്ള ആപ്പാണ് ഇപ്പോൾ വാട്സപ്പിനെയും കവച്ചു വെക്കുമെന്ന രൂപത്തിലൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്നത്. സംഗതി സത്യമാണ്. പക്ഷേ 4 വർഷമായി അറട്ടെ ആപ്പ് നിലവിലുണ്ട്. 3000 സൈനപ്പായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് ഈ മെയ്ക്ക് ഇൻ ഇന്ത്യ ആപ്പുകളെ ശുപാർശ ചെയ്യുന്ന കൂട്ടത്തിൽ അറട്ടെ ആപ്പിനെ പ്രസ്താവിച്ചതോടു കൂടിയാണ് അറട്ടെ ആപ്പിൻ്റെ ഡൗൺലോഡിങ്ങും ജനപ്രിയതയും ഒക്കെ കുതിച്ചുയർന്നത്. ഏതാണ്ട് 2 ദിവസം കൊണ്ട് മാത്രം 3,50,000 സൈനപ്പുകളാണ് അറട്ടെ ആപ്പിലുണ്ടായത്. അറട്ടെ ആപ്പിൻ്റെ ആഗോള എതിരാളികളാണ് വാട്സപ്പിനേക്കാൾ പക്ഷേ സ്വകാര്യതയും സ്പൈവെയർ മുക്തവുമാണ് അറട്ടെ എന്നൊക്കെയാണ് അവകാശപ്പെടുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ ട്രെൻഡിങ് ആയതോടെ അറട്ടെ പലരും ഉപയോഗിച്ച് നോക്കി തുടങ്ങി. വാട്സപ്പിലെ പോലെ തന്നെ ടെക്സ്റ്റ്, മീഡിയ, ഫയൽ ഷെയറിംഗ്, ഗ്രൂപ്പ് ചാറ്റ് എല്ലാം അറട്ടെ ആപ്പിലുണ്ട്. എൻഡ് ടു എൻഡ് എൻസ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള വീഡിയോ, ഓഡിയോ ചാറ്റുകളുണ്ട്. മൊബൈൽ ഫോണിന് പുറമെ ഡെസ്ക്ടോപ്പിലും ആൻഡ്രോയിഡ് ടിവികളിലും എല്ലാ ഡിവൈസുകളിലും ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങളുണ്ട്. ഇൻഫ്ലുവൻസർമാർക്കും ക്രിയേറ്റർമാർക്കും ഒക്കെ ചാനലുകൾ, സ്റ്റോറികൾ, ബിസിനസ് അപ്ഡേറ്റുകൾ എല്ലാം അറട്ടെ ആപ്പിലും ലഭ്യമാണ്. വാട്സപ്പിനെ മലർത്തിയെടുക്കുമോ എന്നൊന്നും അറിയില്ല. ഇന്ത്യയിൽ മാത്രം 5 കോടിയിലധികം ഉപയോക്താക്കളുള്ള മെസ്സേജിങ് ആപ്പാണ് വാട്സപ്പ്. പക്ഷേ അറട്ടെ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അറട്ടെ എന്ന തമിഴ് വാക്ക്, സൊറപറച്ചിൽ, കൊച്ചു വർത്തമാനം എന്നൊക്കെ അർത്ഥം വരുന്ന ഈ വാക്ക് പേരുപയോഗിച്ചതിൻ്റെ പേരിൽ ഇപ്പോൾ ഒരു ലാംഗ്വേജ് വിവാദം കൂടി ഉയർന്നു വന്നിട്ടുണ്ട്. തമിഴ് വാക്കായ അറട്ടെ അത് വാട്സപ്പിൻ്റെ അത്ര ജനപ്രിയമല്ല എന്നാണ് പറയുന്നത്. സ്വാഭാവികം. പക്ഷേ എന്തായാലും അറട്ടെ ഇന്ത്യയിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് ഉപയോഗിച്ച് നോക്കൂ.